നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, ഓംസ് ലോ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്ത ഒരു പുതിയ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ സൈഡുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് എഴുതിയെടുക്കുക: ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി. ഡ്രിഫ്റ്റ് ഓഫ് electrons and the origin of resistivity. എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി എന്നുള്ളത് ഒരു കണ്ടക്ടറിനകത്ത് ഉണ്ടാകുന്നത്? എന്താണ് ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്? ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. വലിയൊരു ഡെറിവേഷൻ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. ഒരു സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടർ ഞാനിവിടെ കൺസിഡർ ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതേപോലത്തെ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓംസ് ലോയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ഇതൊരു കണ്ടക്ടറാണെങ്കിൽ, ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനകത്ത് എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. എന്തുണ്ട്? ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. വളരെയധികം കോടിക്കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ടറിനകത്തുണ്ട്. ഈ കണ്ടക്ടർ വെറുതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോണുകൾക്ക് തെർമൽ എനർജി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ റാൻഡം മോഷനിലായിരിക്കും. ഇവർ പല ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും? അവരിവിടെയുള്ള പോസിറ്റീവായിട്ടുള്ള അയോൺ, പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺ, ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള ടോട്ടൽ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം ഇലക്ട്രോൺ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള അയോൺസ് ഇവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് സോളിഡ് ആണ്. സോളിഡ് ആയതുകൊണ്ട് ഈ പോസിറ്റീവായിട്ടുള്ള അറ്റോമിക് അയോൺസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റ്ലി ബൗണ്ടാണ്. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള അയോൺസിനോട് ഇത് കൊളൈഡ് ചെയ്യും. ഈ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തെർമലി അവർക്ക് കിട്ടുന്ന എനർജി കാരണം അവർ എന്ത് ചെയ്യും? റാൻഡം മോഷനിലായിരിക്കും. ഈ റാൻഡം മോഷൻ കാരണം ഇവരെ ആവറേജ്, നമ്മൾ ഇവരെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 10⁵ മീറ്റർ/സെക്കൻഡ്. ഇതായിരിക്കും വരെ ആവറേജ് സ്പീഡ്. ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ആവറേജ് സ്പീഡിൻ്റെ ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത്. എത്രയാണ് വരിക? 10⁵ മീറ്റർ/സെക്കൻഡ് ആണ് വരിക. പക്ഷെ നമ്മൾ ഇവരെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലേ, ആവറേജ് സ്പീഡ് എടുക്കുന്ന സമയത്ത് ടോട്ടലി ആഡപ്പ് ചെയ്യണം. അപ്പോൾ 10⁵ മീറ്റർ/സെക്കൻഡ് എടുക്കും. പക്ഷേ ആവറേജ് വെലോസിറ്റി നമ്മൾ ഇവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആവറേജ് വെലോസിറ്റി ഓഫ് ദിസ് ഫ്രീ ഇലക്ട്രോൺസ് ഡ്യൂ ടു തെർമൽ എനർജി, അവർ ആവറേജ് വെലോസിറ്റി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുക 0 ആണ് ഉണ്ടാവുക. കാരണം റാൻഡം മോഷനിൽ അവർ കൊളൈഡ് ചെയ്യുമ്പോൾ അവർ ഡയറക്ഷൻ അങ്ങനെ ചേഞ്ച് ചെയ്തായിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ വെലോസിറ്റി ആഡപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ആവറേജ് വെലോസിറ്റി എന്ത് കിട്ടും? 0 കിട്ടും. ഇനി ഈ പറയുന്ന കണ്ടക്ടറിനെ, ഈ കണ്ടക്ടറിൻ്റെ ഈ 2 പോയിന്റുകൾ നമ്മളൊരു ബാറ്ററിയിലേക്ക് കൊടുക്കുക എന്ന് കരുതുക. ഇങ്ങനെ നമ്മളെടുത്തിട്ടൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്തു എന്ന് കരുതുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡ് ഇവിടെ എന്താവും? ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം എങ്ങനെയായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വരുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ഈ പോസിറ്റീവ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സജ്ജരാകും, റെഡിയാവും, അല്ലേ? അപ്പോൾ റാൻഡം മോഷനിലായിരുന്ന പല ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരുന്ന ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ഒരൊറ്റ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. ആ പ്രോസസ്സിനാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുക. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പോസിറ്റീവിന് കാണോട് കൂടിയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സഡൻ ചേഞ്ച്, അതിനാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുക. അങ്ങനെ ഈ ഓരോ ഇലക്ട്രോണുകളുടെയും വെലോസിറ്റി നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനാണ് അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുക.
അതായത് പൊട്ടൻഷ്യൽ ഇവിടെ ബാറ്ററി കൊടുത്തതിന് ശേഷമുള്ള ഈ ഫ്രീ ഇലക്ട്രോണുകളുടെ ആവറേജ് വെലോസിറ്റി നമ്മൾ കാണും. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? Drift velocity is the average velocity of the free electrons in a conductor when we apply a potential in such a way that the electrons are drifted towards the positive side of the conductor. അതായത് കണ്ടക്ടറിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് ബാറ്ററി ഏത് ഭാഗത്താണോ പോസിറ്റീവ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കണ്ടക്ടറിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്ന സഡൻ ചേഞ്ച് ഇൻ വെലോസിറ്റി. ദാറ്റ് വെലോസിറ്റി അതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺസ് ഗെറ്റ് ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ഓഫ് എ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിന് ഫലമായിട്ട് ഒരു കണ്ടക്ടറിനകത്തുള്ള എല്ലാ ഫ്രീ ഇലക്ട്രോണുകളും പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തും. അതിൻ്റെ ഭാഗമായി അവർക്കുണ്ടാകുന്ന വെലോസിറ്റിയുടെ ആവറേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇവർക്കുണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിൻ്റെ ഓർഡർ എന്നുള്ളത് ഏകദേശം 10⁻⁻5 മീറ്ററാണ് വരിക. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഒരു ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 10⁻⁵ മീറ്റർ/സെക്കൻഡ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വരിക. നമ്മൾ അതിനെ VD എന്നാണ് എഴുതുക. V stands for velocity and D stands for drift. So drift velocity അതിൻ്റെ ഓർഡർ എത്രയാണ് വരിക? 10⁻⁵ മീറ്റർ/സെക്കൻഡ് ആണ്. നേരെ മറിച്ച് ആവറേജ് സ്പീഡിൻ്റെ റേഞ്ച് എത്രയായിരുന്നു? 10⁵ മീറ്റർ/സെക്കൻഡ് ആണ്. എന്നാൽ ഇതിനകത്തുള്ള ആവറേജ് തെർമൽ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നിങ്ങൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോണുകൾ ഒരു കൊളീഷൻ കഴിഞ്ഞ് തൊട്ട അടുത്ത കൊളീഷനിലേക്കുള്ള ഒരു വളരെ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ഉണ്ട്. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു കൊളീഷൻ കഴിഞ്ഞ് തൊട്ട അടുത്ത കൊളീഷനിലേക്ക് ഉണ്ടാവുന്ന അവരുടെ വളരെ ചെറിയ ആ സമയത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുക. റിലാക്സേഷൻ ടൈം. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഇൻ്റർവൽ ഓഫ് ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. ഒരു കൊളീഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത കൊളീഷനിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ആ സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിലാക്സേഷൻ ടൈം എന്നാണ് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടോ എന്നുള്ള ലെറ്ററാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ടോർക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ടോ എന്നുള്ള ലെറ്ററാണ് റിലാക്സേഷൻ ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD, റിലാക്സേഷൻ ടൈം ടോ. ഇനി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം നമുക്കൊരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F = മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. കുളംസ് ലോ പ്രകാരം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ചാർജിനുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q × E ആയിരിക്കും. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ ആ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? F = QE ആണ്. അങ്ങനെയാണെങ്കിൽ ഒരേ ഫോഴ്സിനെ കുറിച്ചാണ് ഇത് രണ്ടും പരാമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്ത് കിട്ടും? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു Q × E. അങ്ങനെയാണെങ്കിൽ ഈ ആക്സലറേഷൻ ഇക്വേഷൻ എന്ത് നമുക്ക് കിട്ടും? ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു Q × E ഡിവൈഡഡ് ബൈ M. ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു Q × E ഡിവൈഡഡ് ബൈ M. ഇവിടുത്തെ ചാർജ് ആരാണ്? ഇവിടെ ആരാണ്? ഈ ചാർജ് ഏതാണ്? ഇലക്ട്രോൺ ആണ്. സോ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? -E ആണ്. സോ -E × E ഡിവൈഡഡ് ബൈ M. ആൻഡ് ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ. ഈ കണ്ടക്ടറിനകത്തുള്ള ഫ്രീ ഇലക്ട്രോണിന് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ ആവില്ല, ഒരുപാട് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇലക്ട്രോണിനെ അവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഇലക്ട്രോണിന് ഈ പറയുന്ന പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫൈനൽ വെലോസിറ്റി. ഓൾറെഡി അവർക്ക് എന്തുണ്ട്? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അവർ സിക്സാക് മോഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് നമ്മളിവിടെ ബാറ്ററി സപ്ലൈ കൊടുത്തത്. ഒരു കണ്ടക്ടറിലേക്ക് പെട്ടെന്ന് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്. അപ്പോൾ സിക്സാക്കായിട്ട് മൂവ് ചെയ്തിരുന്ന പെട്ടെന്ന് അവർക്ക് ഒരു പർട്ടിക്കുലർ ഒരു ആക്സലറേഷൻ അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം നമുക്ക് എഴുതാം V = U + AT. ഇത് ന്യൂട്ടൺ മെക്കാനിക്സിൽ ഇക്വേഷനാണ്. V = U + AT അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു അതിൻ്റെ ടൈം എന്നുള്ളത് അവിടുത്തെ റിലാക്സേഷൻ ടൈമാണ്. ദാറ്റ് ഈസ് τ1. ക്ലിയർ അല്ലേ? കാരണം ഒന്നാമത്തെ ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ തൊട്ടടുത്ത കൊളീഷൻ വരെയാണ് ആക്സലറേഷൻ, പിന്നെ അവർ സ്റ്റോപ്പായിട്ട് വീണ്ടും ആക്സലറേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് പരമാവധി ആക്സലറേഷന് വേണ്ടി കിട്ടുന്ന സമയം എന്നുള്ളത് ഈ ടൈമാണ്. ക്ലിയർ ആയോ? ആക്സലറേഷൻ പരമാവധി അവർക്ക് ഒരു കൊളീഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത കൊളീഷനിലേക്കുള്ള അവർക്കുള്ള ടൈം എന്നുള്ളത് τ1 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ കേസിൽ എന്തായിരിക്കും? v2 = u2 + a τ2 അല്ലേ? ഇങ്ങനെ തന്നെ ആയിരിക്കും മൂന്നാമത്തെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ Vn നമുക്ക് എങ്ങനെ എഴുതാം? Vn = un + a × τn എഴുതാം. ഈ പറയുന്ന എല്ലാ വെലോസിറ്റികളുടെ, ഈ ഫൈനൽ വെലോസിറ്റികളുടെ എല്ലാം ആവറേജിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഈ എല്ലാ v1 v2 v3 അപ് ടു vn അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? ദാറ്റ് ഈസ് കോൾഡ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദാറ്റ് ഈസ് കോൾഡ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസിൻ്റെ v1 v2 v3 അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം. ക്ലിയർ ആയോ? ഓക്കെ. സോ വി ആവറേജ് ഈസ് ഈക്വൽ ടു v1 + v2. ഇതൊക്കെ വെക്ടറാണ് കേട്ടോ. സോ വി ആവറേജ് v1 + v2 അപ് ടു vn ഡിവൈഡഡ് ബൈ n. ഓക്കെ. സോ വി ആവറേജ് ഈസ് ഈക്വൽ ടു u1 + a τ1 + u2 + a τ2 up to un + a τn divided by n. Okay, then v average is equal to u1 u2 ഈ ടേമുകളൊക്കെ നമുക്ക് ഒപ്പം എഴുതാം. ദാറ്റ് ഈസ് u1 + u2 + u3 up to un ഡിവൈഡഡ് ബൈ n. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ശരിയല്ലേ? ആണ്. പ്ലസ് a × τ1 + τ2 + അപ് ടു τn ഡിവൈഡഡ് ബൈ n. അതാണ് സെക്കൻഡ് ടേം. ഈ ആവറേജ് വെലോസിറ്റി, അതായത് u1 + u2 + u3 അപ് ടു un ബൈ n എന്നുള്ളത് ആവറേജ് വെലോസിറ്റിയാണ്. എന്തിൻ്റെ ആവറേജ് വെലോസിറ്റി? ഈ ഫ്രീ ഇലക്ട്രോണുകൾക്ക് പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആവറേജ് വെലോസിറ്റിയാണ്. ആ ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ 0 ആണ്. അപ്പോൾ ഈ ടോട്ടൽ ടേം എന്തായി? ഈ ടോട്ടൽ ടേം 0 ആയി. ഇനി ആരവിടെ ബാക്കിയുള്ളത്? ദാറ്റ് ഈസ് വി ആവറേജ് ഈസ് ഈക്വൽ ടു a × ദ ആവറേജ് ഓഫ് τ1 + τ2 ദാറ്റ് ഈസ് τ. ഇതിനാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ആവറേജ് ടൈമാണ്. സോ വെലോസിറ്റി ആവറേജ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഇൻറ്റു τ. അതായത് ഓരോ ഇലക്ട്രോണുകളുടെയും റിലാക്സേഷൻ ടൈമിൻ്റെ ആവറേജ്, ദാറ്റ് ഈസ് τ. സോ വി ആവറേജ് ഈസ് ഈക്വൽ ടു a × τ. ഈ വി ആവറേജിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദാറ്റ് ഈസ് vd. സോ നമുക്ക് എന്ത് എഴുതാം? vd ഈസ് ഈക്വൽ ടു a × τ എന്ന് നമുക്ക് കിട്ടി. vd ഈസ് ഈക്വൽ ടു a × τ, where a is the acceleration and τ is the average relaxation time. ഇനി ഓൾറെഡി a നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇക്വേഷൻ എന്താണ്? a is equal to -ee/m. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? vd is equal to -ee ഡിവൈഡഡ് ബൈ m × τ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി vd is equal to -ee/m × τ. So where -e is the charge of electron, capital E is the applied electric field, m is the mass of the electron and τ is the average relaxation time. ക്ലിയർ ആയോ? അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് കിട്ടി. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ റോയാണ്. ആ ഇക്വേഷനിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കണം. റെസിസ്റ്റിവിറ്റിയെ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ഭാഗം കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. ഇനി നമ്മൾ ആ ഒരു കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടറാണ്, അതിൻ്റെ ഇവിടുത്തെ ഏരിയ എന്നുള്ളത് എ ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് എന്നുള്ളത് ഈ ഒരു ഭാഗം Δx ആണ്. Δx ഈക്വൽ ടു
ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇലക്ട്രോണിന്, ഇവിടെയുള്ള ഇലക്ട്രോണിന് ഇവിടേക്ക് എത്തണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയത്. സോ ഡെൽറ്റ എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഹിയർ സ്മോൾ ലെറ്റർ എൻ is the number of free electrons per unit volume. എന്താ അതിൻ്റെ മീനിങ്? യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ക്യൂബ്, 1 സെൻറ്റിമീറ്റർ ക്യൂബ്, അതിനെ യൂണിറ്റ് വോളിയം എന്ന് പറയാം. യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്നുള്ളത് n ആണ്. ഇവിടെ എത്രയാണ് നമ്മളെ വോളിയം? ഞാനിവിടെ തിരിക്കുന്ന ഈ സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണ്? വോളിയം ഓഫ് ദ സിലിണ്ടർ എത്രയാണ് ഇവിടെ വോളിയം വരിക സിലിണ്ടറിൻ്റെ? ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ബേസ് ഏരിയ എ ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഇവിടെ? ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സിന് പകരം എന്ത് കൊടുക്കാം? സോ ഏരിയ ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ എ ഇൻറ്റു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടി. എൻ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് യൂണിറ്റ് വോളിയത്തിലുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സിലിണ്ടറിനകത്ത് എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും? എങ്ങനെ കിട്ടുക? എൻ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം n ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വോളിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? എന്ത് ചെയ്യണം? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കിട്ടുക? n ഇൻറ്റു എ ഇൻറ്റു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? -e ആണ്. അങ്ങനത്തെ എത്ര ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്? n ഇൻറ്റു എ ഇൻറ്റു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. ഇത്രയും ഇലക്ട്രോൺ ഏതിനകത്തുണ്ട്? ഈ വോളിയത്തിനകത്തുണ്ട്. അപ്പോൾ അത് കാരണമുള്ള ടോട്ടൽ ചാർജ് എത്രയോ? അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ ചാർജ് ഇൻ ദി സിലിണ്ടർ. ഞാൻ സിലിണ്ടർ എന്ന് എഴുതുന്ന കണ്ടക്ടറിനാണ് കേട്ടോ. എൻ്റെ സിലിണ്ടർ, ഞാൻ സിലിണ്ടർ ഷേപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ടോട്ടൽ ചാർജ് ഇൻ ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു n ഇൻറ്റു എ ഇൻറ്റു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു -e. ഇതാണ് ടോട്ടൽ ചാർജ്. ഈ ടോട്ടൽ ചാർജിന് ഞാൻ ഡെൽറ്റ ക്യൂ എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്കറിയാം കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? കറണ്ട് I ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറണ്ടിന് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വരുന്നത്. സോ I ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. എപ്പോഴാണ് കറണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയുക? ഒരു സെക്കൻഡിൽ ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഡെൽറ്റ ക്യൂ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കറണ്ട്. ദ ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് കോൾഡ് കറണ്ട്. അപ്പോൾ ഈ ഏരിയയിലൂടെ ഡെൽറ്റ ക്യൂ ചാർജ്, ഒരു സെക്കൻഡിൽ ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഡെൽറ്റ ക്യൂ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട്. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് എന്ത്? കറണ്ട്. എന്താ ഡെൽറ്റ ക്യൂവിൻ്റെ ഇക്വേഷൻ കിട്ടിയത്? ഇവിടെ എഴുതാം. എന്ത് നമുക്ക് കിട്ടി? n ഇൻറ്റു എ ഇൻറ്റു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു -e ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്ത് കിട്ടി? I ഈസ് ഈക്വൽ ടു -NeAVD. where n is the number of electrons per unit volume, E is the charge of electron, നെഗറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ട്, A is the area of cross section of the conductor, VD is the drift velocity. ഇത് കറണ്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് I is equal to -NeAVD. പഠിച്ചു വയ്ക്കുക. കറണ്ട് I is equal to NeAVD. ഇനി നിങ്ങൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് കറണ്ട്. അപ്പോൾ നമുക്കിവിടെ കറണ്ടിനാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നെഗറ്റീവ് നമുക്ക് ഇന്ന് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ആ നെഗറ്റീവ് ഒഴിവാക്കാം. സോ I is equal to NeAVD. ഇവിടെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നത്. സോ മോഡുലസ് ഇവിടെ കൊടുക്കാം. കൂടാതെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ I is equal to NeAVD. ഇനി ഓൾറെഡി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടി. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്? VD is equal to magnitude of VD is equal to EE by M into tau. ഇതാണ് നമുക്ക് കിട്ടിയത്. മാഗ്നിറ്റ്യൂഡ് VD is equal to EE by M into tau. ഇത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും നമുക്ക് നോക്കാം. I is equal to
NEA ഇൻറ്റു വി ഡിക്ക് പകരം E ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും ഇക്വേഷൻ? I ഈസ് ഈക്വൽ ടു NE സ്ക്വയർ A ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം. N എന്താണ്? വേറെ നമ്പർ. N ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ, A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈസ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, M ഈസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ടോ ഈസ് ദ റിലാക്സേഷൻ ടൈം. അപ്പോൾ കറണ്ടിൻ്റെ വലിയൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ഇനി നമ്മളിത് പഠിപ്പിക്കുന്നത് പല ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനത്തെ ഒരു ടേം ആയിരുന്നു കറണ്ട് ഡെൻസിറ്റി. എന്താ കറണ്ട് ഡെൻസിറ്റി? അത് എന്ത് ക്വാണ്ടിറ്റി ആയിരുന്നു? സ്കേലാർ ആയിരുന്നോ വെക്ടർ ആയിരുന്നോ? കറണ്ട് ഡെൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു. എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത്? J ഈസ് ഈക്വൽ ടു I ബൈ A, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. മോറോവർ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കറണ്ട് ഡെൻസിറ്റിയാണ് ഇനി കാണേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു I ബൈ A. കറണ്ട് പെർ യൂണിറ്റ് ഏരിയയ്ക്കാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുക. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ NE സ്ക്വയർ A ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ എ. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? A and A gets cancel each other. So the current density J is equal to, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, ഇവിടെ കറണ്ട് ഡെൻസിറ്റിയും വെക്ടറാണ്. ബാക്കിയുള്ളതെല്ലാം സ്കേലർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ J is equal to NE സ്ക്വയർ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. അപ്പോൾ നമുക്കിങ്ങനെ കറണ്ട് ഡെൻസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി കറണ്ട് ഡെൻസിറ്റിയുടെ ഞാൻ പറഞ്ഞു ഓംസ് ലോ എന്നുള്ളത് വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്? നിങ്ങളെ പഠിപ്പിച്ചൊരു എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതാം. J is equal to സിഗ്മ ഇ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓംസ് ലോ എന്നുള്ളതിൻ്റെ മറ്റൊരു ഫോമിലുള്ള ഇക്വേഷനാണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ വെക്റ്റർ ഫോം ഇക്വേഷനാണ്. ഓംസ് ലോ V is equal to IR ആണ്. എന്നാൽ അതിനെ വെക്റ്റർ ഫോർമാറ്റിൽ എഴുതുമ്പോൾ J is equal to സിഗ്മ ഇ ആണ്. അതിൽ സിഗ്മ എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ J എന്നുള്ള ടേം ഇവിടെ ഉണ്ട്, രണ്ട് സൈഡിലുണ്ട്. E എന്നുള്ള ടേം ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിഗ്മയ്ക്ക് പകരം ഉള്ള ടേം ആയിരിക്കും എന്ത്? ഇവിടെ സിഗ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരൊക്കെ ഉണ്ട്? NE സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ അത് അതിന് ആർക്ക് പകരമുള്ള ടേമാണത്? ഇവിടെ NE സ്ക്വയർ ടോ ബൈ എം. അത് ആർക്ക് പകരമുള്ള ടേമാണ്? സിഗ്മയ്ക്ക് പകരമുള്ള ടേമാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ നമുക്കിവിടെ എടുത്ത് എഴുതിക്കൂടെ? സിഗ്മ എന്തായിരിക്കും? സിഗ്മ ഈസ് ഈക്വൽ ടു NE സ്ക്വയർ ടോ ബൈ എം. എന്താണ് സിഗ്മ? സിഗ്മ എന്നുള്ളത് കണ്ടക്ടിവിറ്റിയാണ് അല്ലേ? എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി. നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? ഇത് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ്. ഇത് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ്. നമുക്ക് എന്താണ് ആവശ്യം? ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? സിഗ്മ ഈസ് ഈക്വൽ ടു NE സ്ക്വയർ ടോ ബൈ എം. ഇത് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ്. നമ്മളെ ഹെഡിങ് എന്താണ്? ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി കാണുക? റെസിസ്റ്റിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി. സോ റോ ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ. 1 ബൈ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിനെ നേരെ തിരിച്ചെഴുതുക. അപ്പോൾ എന്താവും? റോ M ബൈ NE സ്ക്വയർ ടോ. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം കിട്ടി. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു M ബൈ NE സ്ക്വയർ ടോ. പഠിച്ചു വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ, ഒരു കണ്ടക്ടറിനകത്തുള്ള റിലാക്സേഷൻ ടൈം കൂടുമ്പോൾ അവിടെ എന്ത് കുറയും? റെസിസ്റ്റിവിറ്റി കുറയും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. ശരിയല്ലേ? ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കുറവായിരിക്കും? റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു M ബൈ NE സ്ക്വയർ ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി. വളരെ വലിയൊരു ഡെറിവേഷനാണ്. വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞാനിത് പറഞ്ഞുള്ളത്. വളരെ കൃത്യമായിട്ട് നോട്ട് ഈ പറഞ്ഞ പ്രകാരം കൃത്യമായി എഴുതിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് കൂടെ നമുക്ക് ഇന്ന് പറയാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മൊബിലിറ്റി. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് മൊബിലിറ്റി. മൊബൈൽ ഫോൺ, മൊബൈൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതൊരു മൂവ്മെൻറ്റിനെ സംബന്ധിച്ചൊരു പദമാണ്
അല്ലേ? മൂവ് ചെയ്യാൻ കഴിയുന്നതിനാണ് മൊബൈൽ എന്ന് പറയുക. സോ മൊബിലിറ്റി എന്താണ് മൊബിലിറ്റി എന്ന് പഠിച്ചു വയ്ക്കുക. മൊബിലിറ്റി എന്നുള്ളത് നമ്മൾ ഫിസിക്സിൽ ഈ ഒരു ചാപ്റ്ററിൽ മൊബിലിറ്റിക്ക് കൊടുക്കുന്ന ലെറ്റർ മ്യൂ ആണ്. ലെറ്റർ മ്യൂ. മൊബിലിറ്റി ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് ഈസ് കോൾഡ് മൊബിലിറ്റി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത്? വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം ഇൻറ്റു ടോ. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഡി ബൈ എം. വി ഡി എന്താണ്? ഇ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഇ. E and E gets cancel each other. So mobility mu is equal to E into tau divided by M. Mobility mu is equal to E into tau divided by M. അപ്പോൾ എന്താണ് മൊബിലിറ്റി എന്ന് പഠിച്ചു വയ്ക്കുക. മൊബിലിറ്റി mu is defined as the ratio of magnitude of drift velocity to the electric field strength. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുക. മാത്തമാറ്റിക്കലി മ്യൂ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഇ. അത് ഇലക്ട്രോണുകൾക്കാണെങ്കിലും ഹോളുകൾക്കാണെങ്കിലും നമ്മൾ മ്യൂ എന്നുള്ളത് എന്തായിട്ടാണ് എടുക്കുക? പോസിറ്റീവായിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ കാരണം. ഇനി എന്താണ് എസ് ഐ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. എസ് ഐ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്തായിരിക്കും? മൊബിലിറ്റിയുടെ യൂണിറ്റ് വരിക. മൊബിലിറ്റിയുടെ യൂണിറ്റ് നോക്കുക. ഇവിടെ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. സോ ന്യൂട്ടൺ പെർ കൂളംബ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു മീറ്റർ കൂളംബ് ന്യൂട്ടൺ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇതാണ് എന്തിൻ്റെ യൂണിറ്റ്? മൊബിലിറ്റിയുടെ എസ് ഐ യൂണിറ്റ്. മീറ്റർ കുളമ്പ് ന്യൂട്ടൺ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഇതാണ് മൊബിലിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടിത് മനസ്സിലാക്കിയെന്ന് കരുതട്ടെ. എന്തായാലും മറ്റൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവരും കറക്റ്റായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.